വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു വർഷമാണ് 2020. ഈ വർഷം നമ്മൾ പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് COVID-19 കുറിച്ചും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, തൊഴിൽ നഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ചുമാണ്. അടുത്തറിയാവുന്ന പലർക്കും ജോലി നഷ്ടമായി, ബിസിനസ്സുകൾ തകർന്നു, സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ലോക്ക്ഡൌൺ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ മികച്ച അവസരമായി കണ്ട 3 പേരാണ് ഇന്ന് നമ്മളോട് കൂടെയുള്ളത്. ദുബായിൽ RJ ആയിരുന്ന പൂജ ഉണ്ണി തൻ്റെ ഇഷ്ടമായിരുന്ന നൃത്തം ഓൺലൈനിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്പന്ദ എന്ന ഡാൻസ് അക്കാഡമിയുടെ സ്ഥാപകയാണ് പൂജ ഉണ്ണി. ഗ്രീനറി ബൈ പ്രീറ്റ്സ് എന്ന പ്ലാന്റ് ബൊട്ടീക്ക് നടത്തിയിരുന്ന പ്രീത ജുബിൻ, പോപ്സിക്കിൾസ് ബൈ പ്രീറ്റ്സ് എന്ന ബേക്കിംഗ് സംരംഭവും ആഴ്ച അവസാനങ്ങളിൽ ഭക്ഷണം ഒരുക്കുന്ന വീക്കെൻഡ് കറി പോട്ടർ എന്ന സ്ഥാപനവും ലോക്ക്ഡൌൺ കാലയളവിൽ തുടങ്ങി. തിരുവനന്തപുരത്തു നിന്നുള്ള സിനാര ജസ്റ്റിനാവട്ടെ ലോക്ക്ഡൌൺ കാലയളവിൽ കോസീറ എന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമിലൂടെ 50ഓളം കോഴ്സുകളാണ് പഠിച്ചു തീർത്തത്. ലോക്ക്ഡൌൺ കാലയളവ് എങ്ങനെ അവസരമാക്കി തീർത്തതെന്ന് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. പൂജയോടാണ് ആദ്യത്തെ ചോദ്യം. തിരക്കേറിയ RJ ജീവിതത്തിൽ നിന്ന് ഒരു ഡാൻസ് അക്കാഡമിയിലേക്ക് എങ്ങനെയാണ് സ്പന്ദ എന്ന അക്കാഡമിയിലേക്ക് പൂജ എത്തിച്ചേർന്നത്? ലോക്ക്ഡൌൺ ഒരു അവസരമായി കണ്ടതാണോ പൂജ? ആ ഡാൻസ് ഇല്ലാതെ വെറും ജോലി ചെയ്യുമ്പോൾ ഒരു മിസ്സിംഗ്, ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് വാസ് ഓൾവേസ് ദെയർ. ആൻഡ് ദെൻ ഒബ്വിയസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ ഒരു മൂഡ് സ്വിങ്സും, ചില ദിവസം ബെഡിൽ നിന്ന് എണീക്കില്ല, ആ ഷോ ചെയ്യാനുള്ള സമയമാവുമ്പോൾ എണീറ്റ് ഷോ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു ഡാർക്ക് ഫേസ് ആയിരുന്നു. ആൻഡ് ദെൻ എൻ്റെ ഹസ്ബൻഡാണ് സജസ്റ്റ് ചെയ്യുന്നത്, വൈ ഡോണ്ട് യു ട്രൈ ദീസ് ക്ലാസ്സസ് ഓൺലൈൻ എന്ന്. ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ. കാരണം സ്പന്ദയുടെ ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് മേഡ് സ്പന്ദ ഡിഫറെന്റ് ഫ്രം എവറിത്തിങ് എൽസ് വാസ് ദ ഫാക്ട് ദാറ്റ് സ്പന്ദയിൽ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ കുട്ടികളുടെ പോസ്റ്റേഴ്സ് കറക്റ്റ് ആയിരിക്കും, പഠിപ്പിക്കുന്നത് ക്ലീൻ ആയി ചെയ്യും. ഈവൻ ഇഫ് വി ഗോ സ്ലോ, വട്ട് എവർ ഇസ് ഡൺ നീറ്റ്ലി എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം ഓൺലൈൻ വരുമ്പോൾ എനിക്ക് കാണില്ല. ഐ വിൽ നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. എനിക്കൊരു 3D ഇമേജ് കിട്ടില്ല. It's just 2D, so I'll have to figure things out from there. What if I'm not able to do? What if it's not delivered? What if all the name that we made in all these years go down the drain? ഇതൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ദെൻ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്നുള്ള പോലെ ഒരു വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്തു. സോ ഐ ജസ്റ്റ് ഹാവ് എ 7-day കമ്മിറ്റ്മെന്റ്. അത് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്താണ്, ഇസ് ഇറ്റ് ഹാപ്പനിങ്, വാട്ട് ദ ഫീഡ്ബാക്ക് ഈസ്, ഇതൊക്കെ മനസ്സിലാക്കാലോ എന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്തു. ഏത് സമയത്താണ് ഈ വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്തത്? ടുവേർഡ്സ് എൻഡ് ഓഫ് May. അത്രയും സമയം എടുത്തു. May ആൻഡ് June ബിഗിനിങ് ആയിട്ടായിരുന്നു ആ വർക്ക്ഷോപ്പ് ചെയ്തത്. അപ്പോൾ അത്രയും സമയം എടുത്തു. അപ്പൊ ഈ വർക്ക്ഷോപ്പിന്റെ ഒരു 1 week മുമ്പ് ഇറ്റ് വാസ് ലൈക്ക് ഒരു കല്യാണ വീട് പോലെയായിരുന്നു ഈ സ്ഥലം. ഐ എം സിറ്റിംഗ് ആൻഡ് ചെക്കിംഗ് ഔട്ട് ഓൾ പ്ലാറ്റ്ഫോം. സൂം ചെക്ക് ചെയ്തു, ഗൂഗിൾ മീറ്റ് ചെക്ക് ചെയ്തു, സ്കൈപ്പ്, ബോടൈം, എന്തൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ ചെക്ക് ചെയ്തു. ഐ ട്രൈഡ് ഫ്യൂ പീപ്പിൾ. എനിക്ക് പരിചയമുള്ള ആൾക്കാരെ ഞാനൊന്ന് ക്ലാസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. ക്ലാസ് എടുത്തിട്ടല്ല, എന്നാലും അങ്ങനെ നിൽക്കൂ, ഇങ്ങനെ നിൽക്കൂ, പുഷ് യുവർ ബാക്ക് ഔട്ട് ആൻഡ് സിറ്റ്, അരമണ്ടി കറക്റ്റ് അല്ലാതെ ഇരുന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് am I able to understand the difference എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിയ ആൾക്കാരാണ്. ഇപ്പൊ ഈ വർക്ക്ഷോപ്പിന് നല്ല റെസ്പോൺസ് ആവാന്ന്, അൺഎക്സ്പെക്റ്റഡ്ലി ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ഈ വർക്ക്ഷോപ്പിന് വന്നത്. അപ്പൊ പുതിയ ആൾക്കാർ, അപ്പൊ ഇതൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. സോ ഐ നോ വാട്ട്, അവരുടെ പോസ്റ്റർ തെറ്റുമ്പോൾ ഐ നോ വാട്ട് ദ റൈറ്റ് വൺ ലുക്സ് ലൈക്ക്. അപ്പൊ അറിയാത്ത ഒരാളുടെ പോസ്റ്റർ തെറ്റുമ്പോൾ എനിക്ക് മനസ്സിലാവോ എന്നൊക്കെ ഭയങ്കര കൺസേൺ ആയിരുന്നു. അപ്പൊ ദെൻ വി ഡിസൈഡഡ് ടു റോൾ ഔട്ട് നോട്ട്സ്. കാര്യമായിട്ടുള്ളൊരു ബാക്ക് എൻഡ് വർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈവൻ ഇഫ് ദ ക്ലാസ്സസ് ഡോണ്ട് ഗോ ആസ് പ്ലാൻ, നമുക്ക് ബാക്ക് എൻഡിൽ സപ്പോർട്ട് ചെയ്യാനുള്ള അഡീഷണൽ മെറ്റീരിയൽസ് കൊണ്ടെങ്കിലും നമുക്കിത് പുഷ് ചെയ്യാം എന്നുള്ളത് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ഫസ്റ്റ് ക്ലാസിന്റെ 20 minutes ഡൗൺ ദ ലെയിൻ എന്റെ ഹസ്ബൻഡ് സ്ക്രീനിന്റെ ഇപ്പുറം വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം. And he wrote on a paper, is it okay എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ massive failure എന്ന് എഴുതി കൊടുത്തുട്ടോ. So this is like 20 minutes down the lane. ഫസ്റ്റ് ഡേ കഴിഞ്ഞതും I was exhausted. 1 മണിക്കൂർ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും it was like ഒരു 4 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്ത ഫീലിംഗ് ആയിരുന്നു. യൂഷ്വലി എനിക്ക് ഒരു പ്രശ്നം ഇല്ലാണ്ട് ഒരു 5-6 മണിക്കൂർ അടുപ്പിച്ച് ക്ലാസ് എടുക്കാം. I don't feel anything. 1 മണിക്കൂർ കഴിഞ്ഞതും I was like flat on the floor and I'm like I can't do this for 7 days. It's so stressful. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും I got a little used to it. കുറച്ചൊന്ന് യൂസ്ഡ് ആയി. 3rd day and then I was like okay, it's fine, it's not a big deal, വലിയ കുഴപ്പമില്ല എന്ന് തോന്നി തുടങ്ങി. Then we rolled out a 2nd workshop and 3rd workshop. അപ്പോഴേക്കും നമ്മൾ okay ആയി. And now we are actually doing regular classes also.
ഓൺലൈൻ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് അവരൊക്കെ പറയുന്ന സ്റ്റോറീസ്, അവര് കണ്ട സിനിമകളെ കുറിച്ചും ഇതുവരെ ചെയ്യാതിരുന്ന കുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പൂജയുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പറയും. അപ്പൊ ആ സമയത്ത് പൂജ ഇത്രയും കഷ്ടപ്പെട്ട ഓൺലൈനിൽ ഇതൊരു സംഭവം നമ്മൾ അറിയുന്നില്ലല്ലോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അറിയില്ല. അപ്പം മിസ് ചെയ്തു, അങ്ങനെ ഒരു ലൈഫ് മിസ് ചെയ്തു ശരിക്കും? ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ഞാൻ സാധാരണ എനിക്ക് സിനിമ കാണാനൊന്നും സമയം കിട്ടാറില്ല. ബിക്കോസ് ആർജെയിങ് പ്ലസ് സ്പന്ദ ദിസ് ഓക്യുപ്പൈസ് മൈ 24 hours. എനിക്ക് അതിന്റെ അപ്പുറം ഒരു സമയമില്ല. പിന്നെ എനിക്ക് നല്ലോണം ഉറങ്ങണം. ഉറക്കമില്ലാണ്ട് ഒരു പരിപാടിയില്ല. അപ്പൊ അതൊന്നും എനിക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. I'd rather not watch movies. I'm okay with it. അപ്പൊ ഞാൻ സിനിമ ഒന്നും കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ ഈ ലോക്ക്ഡൌൺ സമയത്ത് എന്റെ ഫുൾ ഫാമിലി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും ഓരോ ദിവസവും രാത്രി ഇരുന്ന് സീരീസ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ വി റിയലി എൻജോയ്ഡ് ദാറ്റ്. പ്രീത, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഇൻക്ലൂഡിങ് ഒരിക്കൽ പോലും കുക്ക് ചെയ്യാത്ത ആൾക്കാർ പോലും കുക്ക് ചെയ്യേണ്ടി വന്നൊരു സമയമാണ് ലോക്ക്ഡൌൺ ടൈം അല്ലേ? പല ടൈപ്പ് ഓഫ് ഫുഡും പ്രിപ്പറേഷൻസും ഒക്കെ ചെയ്യും. പക്ഷെ ഇതൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ഉള്ളൊരു അങ്ങനെ ഒരു ഏത് സമയത്താണ് തോന്നിയത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗ്രീനറി എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എനിക്ക് ടോട്ടലി ഞാൻ അക്രോസ് ഇന്ത്യ സെൻഡ് ചെയ്തോണ്ടിരുന്നത്. അപ്പം ലോക്ക്ഡൌണിന്റെ സമയമാകുമ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇഷ്ടം പോലെ സമയമായി. അപ്പോ ബേസിക്കലി ഒട്ടും ഫ്രീ ആയിട്ടിരിക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണ്, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാനും എന്റെ ഹസ്ബൻഡും അങ്ങനെയാണ്. അപ്പോ ഞങ്ങള് 4 years മുന്നേ തന്നെ ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു വലിയൊരു താല്പര്യം. പക്ഷെ എപ്പോഴും ട്രാവൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും അത് അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കിയപ്പോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. അത്യാവശ്യം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഫുഡ് കൊടുക്കാമെന്ന് അങ്ങനെ ഒരു ഇത് ചെയ്യാനാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീക്കെൻഡ്സിലാണ്. എത്ര പേർക്ക് വേണ്ടിട്ട് ഇപ്പം ചെയ്യുന്നത്? ഏതൊക്കെ ഇപ്പൊ 2 കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്, പോപ്സിക്കിൾസ് ബൈ ഫ്രീസും വീക്കെൻഡ്. അതെ അല്ലേ? ഇത് രണ്ടും വളരെ ഡിഫറെന്റ് ആണ്, രണ്ട് രീതി. അതെ. പൊതുവെ കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമായിട്ട് അത്യാവശ്യം നാടൻ സാധനങ്ങളെല്ലാം ചെയ്യും. കാരണം ഒരു നാട്ടുപുറത്തുകാരി ആയതുകൊണ്ട് തന്നെ നാടൻ പാചകത്തോട് ഭയങ്കര താല്പര്യം. അതുകൊണ്ട് പിന്നെ വെറൈറ്റി ഫുഡ്സ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഓരോ ടൈപ്പിലെ ബിരിയാണി ഓരോ വീക്സ് ചെയ്യും. കാരണം എല്ലാ വീക്സിലും സെയിം സാധനം ആകുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാവുമല്ലോ. അതുകൊണ്ട് എല്ലാ വീക്സിലും ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ഓരോ പ്രാവശ്യം ഓരോന്ന്. പിന്നെ ബാക്കി വീക്ക് ഡേയ്സിൽ ഞാൻ ബേക്കിംഗ് ചെയ്യും. കാരണം രണ്ടും കൂടി ക്ലബ് ചെയ്യിപ്പിക്കാറില്ല, കാരണം സമയം ബുദ്ധിമുട്ടുണ്ട്. അപ്പോ പോപ്സിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് ആണ്, കംപ്ലീറ്റ്ലി ഇൻടു ബേക്കിംഗ്. കേക്ക്സ്, കപ്പ് കേക്ക്സ്, ചോക്ലേറ്റ്സിൽ തന്നെ നമ്മൾ ബ്രസീലിയൻ ചോക്ലേറ്റ്സ്, ബ്രിഗഡാരോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓക്കെ. ഈ ഫാമിലിയുടെ സപ്പോർട്ട് ഇതിനകത്ത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഈ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു സ്ത്രീകളുടെ മാത്രം ഏരിയ ആണെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ഫുഡ് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഒന്നാമത് ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കാണാൻ തുടങ്ങി. മറ്റേത് രാവിലെ നമ്മൾ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഒരു വീട്ടിൽ എന്തുമാത്രം എഫേർട്ടാണ് വേണ്ടത്. അപ്പൊ ഇതൊരു കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ ഉള്ള ഒരു എഫേർട്ട് ഭയങ്കര. തീർച്ചയായിട്ടും ഒബ്വിയസ്ലി എന്റെ ഹസ്ബൻഡാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അവരുടെ സപ്പോർട്ടില്ലാണ്ട് സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പുള്ളിക്കാരൻ തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ഈ 3 പേർക്കും ഒരു പൊതുവായിട്ടുള്ള ഒരു ഫാക്ടർ ഈ ഹസ്ബൻഡ്സിന്റെ ഫാക്ടറാണ്. തീർച്ചയായിട്ടും പൂജ പറഞ്ഞു ഹസ്ബൻഡിന്റെ ബാക്കിൽ ഇരുന്നിട്ട് എന്താണെന്ന് ചോദിച്ചു, മാസീവ് ഫെയിലിയർ എന്ന് പറഞ്ഞു. അപ്പം പ്രീതയുടെ കാര്യത്തിലും അങ്ങനെയാണ്, സിനാരയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സിനാരയുടെ പ്രത്യേകത, സിനാര ഈ സമയത്ത് കുക്കിങ്ങും ഡാൻസിങ്ങും ഒന്നുമല്ല, പഠിക്കാൻ വേണ്ടി മാത്രം 50ഓളം കോഴ്സുകൾ പഠിച്ചു എന്നാണ് സിനാര പറയുന്നത്. ഓൺലൈനിലെ കോഴ്സുകൾ 50 കോഴ്സുകൾ പഠിക്കുക. എങ്ങനെയാ സിനാര ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുക? എനിക്ക് ബേസിക്കലി ഭയങ്കര പാഷനാണ് പഠിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന കാര്യം പഠിക്കലാണ്. അപ്പൊ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫാദർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, ജസ്റ്റിൻ പടവാണ്. അപ്പൊ ഫാദർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിത്തിങ് യു വിൽ ഡു ബെറ്റർ ഇഫ് യു ആർ എൻജോയിങ് ഇറ്റ്. അപ്പൊ ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന പ്രവൃത്തി പഠിത്തമായത് കാരണം ഞങ്ങളുടെ കോളേജിൽ ഞാനിപ്പോ PhD ചെയ്തുകൊണ്ടിരിക്കുക കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ. അപ്പൊ ലോക്ക്ഡൌൺ ആയപ്പോഴത്തേക്കും ഒരു നോട്ടീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നു, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കോഴ്സർ ഇസ് ഓഫറിംഗ് 2400 സീറ്റ്സ്. നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാ റിക്വയർമെന്റ്സും ലെക്ചേഴ്സ്
ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ക്വിസസ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്. ഫോർ സം കോഴ്സസ് ദർ ബി പ്രോജക്ട്സ് ഓൾസോ. അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരു കോഴ്സിനെങ്കിലും സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം ചെയ്താൽ മതി. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും ഉള്ള ഓപ്പർച്യൂണിറ്റി പോവുകയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പഠിക്കാനുള്ളത് എനിക്ക് ഭയങ്കര ഇതായത് തന്നെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. മാത്രമല്ല നമുക്ക് നോർമൽ പീരീഡിലാണെങ്കിൽ കോഴ്സ് കണ്ടന്റ് ആക്സസിബിൾ ആണെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ബൈ ചെയ്യേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊരു ഫ്രീ ആയിട്ട് കിട്ടും എന്നാൽ ശരി കൊള്ളാം. അന്ന് July 31st വരെ ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ കഴിയുന്നത്രയും പഠിക്കണം എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ ഇത്രയും സ്പീഡ് കൂട്ടി തന്നെ പഠിക്കാൻ തുടങ്ങിയത്. ഒരുപാടെണ്ണം രാത്രി ഒരു 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ 50 കോഴ്സുകൾ ചെയ്ത് തീർത്തത്. മിക്കതും എന്റെ റിസർച്ചുമായിട്ട് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. കൂടാതെ ഒരു സൈക്കോളജി കോഴ്സ് കൂടെ ചെയ്തത് എന്റെ ഫാദറിന്റെ ഏരിയയാണ്. ഈ കോഴ്സ് ഓൾ അറൌണ്ട് ദ വേൾഡ് ഉള്ള യൂണിവേഴ്സിറ്റീസിനും കോളേജ് സ്റ്റുഡൻസിനും ഫ്രീ ആക്കിയിട്ടുണ്ട്. ടിൽ September 30th anyone can enroll any course and complete the course within December 31st and they'll be able to get a certificate free of cost. So അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ കഴിയുന്നത്ര സ്റ്റുഡൻസിനോടും അത് പറയാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് അവരുടെ സ്കിൽസും ടാലൻസും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അത്രേ ഉള്ളൂ. ഈ 10th ക്ലാസ്സിൽ 13ാമത്തെ റാങ്ക്, M.Tech അവിടുന്ന് തുടങ്ങി M.Tech വരെ റാങ്ക് കിട്ടിയ ആളാണ്. അപ്പം പിന്നെയും ഇത് പഠിക്കുക. ഇനി എത്ര കാലം കൂടെ പഠിക്കും? അറിയില്ല, പഠിത്തം അവസാനിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജീവിതാവസാനം വരെ പഠിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഹസ്ബൻഡ് തന്നെ പറയുന്നത് ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന. മാത്രമല്ല എനിക്കിപ്പോ ഇത് ചെയ്യാൻ പറ്റിയത് എന്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാനിപ്പം എന്റെ പേരൻസിന്റെ വീട്ടിലാണ്. കോവിഡ് ആയപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് അജയ് പീറ്റർ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് എക്സ്പോഷർ ഉണ്ടല്ലോ പബ്ലിക്കുമായിട്ട്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു മോനും എന്റെ പേരൻസും ഒക്കെ സീനിയർ സിറ്റിസൺസ് ആയത് കാരണം ഞാനും മോനും ഇവിടെ താമസിച്ചാൽ മതി. ഹസ്ബൻഡ് ഈവനിങ്സിൽ മാത്രം ഫുഡിന് വേണ്ടി മാത്രമാണ് വരുന്നത്. അപ്പൊ ഇവിടെ ആയത് കാരണം എന്റെ മമ്മി ഫുൾ കുക്കിംഗ് നോക്കും, മോന്റെ കാര്യം നോക്കും. അപ്പൊ അത് കാരണം ആവക റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അപ്പൊ ഞാൻ ഫുള്ളി പഠിത്തത്തിൽ എൻഗ്രോസ്ഡ് ആണ്. അപ്പൊ ഓഫ് കോഴ്സ് ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഇവിടെ എല്ലാരും പറഞ്ഞു, പൂജയാണെങ്കിലും പ്രീത ആണെങ്കിലും പറഞ്ഞ പോലെ ഫാമിലി സപ്പോർട്ട് ഒരു മേജർ ഫാക്ടറാണ്. പൂജ ഇനിയിപ്പോ അടുത്തൊരു ലെവലിലേക്ക് എന്തൊക്കെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഓൺലൈനിൽ നിന്ന് മാറി ഇനിയിപ്പം നാളെ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് മാറി കോവിഡിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി കഴിയുമ്പോൾ ഓഫ്ലൈൻ സാധാരണ രീതിയിലുള്ളതും കണ്ടിന്യൂ ചെയ്യും. നമ്മളിപ്പോ ചെയ്യുന്നത് ഓൺലൈനും ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനും ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഇതുപോലെ വീട്ടില് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ചെറിയ കുട്ടികളുണ്ടാവും. സോ പീപ്പിൾ ഹു ആർ സ്റ്റിൽ ആങ്ഷ്യസ് അബൌട്ട് സ്റ്റെപ്പിംഗ് ഔട്ട്, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ സേ എ ഗുഡ് ബൈ ടു ഓൺലൈൻ ബിക്കോസ് നമുക്കിപ്പോൾ വേൾഡ് വൈഡ് സ്റ്റുഡൻസ് ഉണ്ട്. US നിന്നും ഒമാനിന്നും അങ്ങനെ കുറെ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. സോ ഐ കാൻ ജസ്റ്റ് ലീവ് ദം ഹാഫ് വേ ത്രൂ. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫോർ വൺ സ്റ്റുഡന്റ്, ഐ തിങ്ക് ഐ കണ്ടിന്യൂ ഓൺലൈൻ. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതൊക്കെ ഡാൻസ് ഫോംസ് ആണ്? എന്തൊക്കെ? ഭരതനാട്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഐ ഹാഡ് ലേൺഡ് എവറിത്തിങ്. അപ്പോ ഭരതനാട്യം മാത്രം തന്നെ പഠിക്കാൻ ഒരുപാടുണ്ട്. സോ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ പഴയ കാലത്തെ ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവർക്കും ഡാൻസോ പാട്ടോ എന്തെങ്കിലും ഒരു സാധനം അവർ പഠിക്കും. ഇറ്റ് വാസ് ലൈക്ക് എ നോം ദാറ്റ് യു ഹാഡ് ടു ലേൺ. അപ്പോ ഡ്യൂറിങ് ദിസ് പീരിയഡ് ആക്ച്വലി ഞാനിത് കൂടുതൽ പഠിച്ചപ്പോഴാണ്, കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് അറിയുന്നത് ദാറ്റ് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുന്നത് പോലെയായിരുന്നു അന്ന് കാലത്തെ ഡാൻസും പാട്ടൊക്കെ. ബിക്കോസ് ഇതിലൂടെ ആയിരുന്നു ഈ മാത്സും സയൻസും ജോഗ്രഫിയും ലാംഗ്വേജസും എല്ലാം പഠിച്ചിരുന്ന ഒരു മീഡിയം ആയിരുന്നു ഡാൻസ് ആൻഡ് മ്യൂസിക് ആൻഡ് ഓൾ ദാറ്റ്. So just like how you have a CBSE syllabus and an ICSE syllabus, അതുപോലെ ഒരു സിലബസ് ആയിരുന്നു ഇത്. So if you think you could dance and you wanted to understand things through dance, you get enrolled into a dance class. And ഈ ഗുരുകുലം പോലത്തെ സമ്പ്രദായത്തിലൂടെ നമ്മൾ ഓരോ സബ്ജക്ട്സും പഠിക്കും. ഇപ്പൊ ഡാൻസിലൂടെ നമുക്ക് മാത്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് തിങ്സ് ലൈക്ക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അത്രയും ഹെവി ടോപ്പിക്സ് വരെ നമുക്ക് ഡാൻസിന്റെ റിതം വെച്ച് പഠിക്കാൻ സാധിക്കും. തിയറി അങ്ങനത്തെ സംഭവങ്ങൾ പഠിക്കാൻ പറ്റും. സൈക്കോളജി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് അഭിനയത്തിലൂടെ ഓരോ ക്യാരക്ടേഴ്സിന്റെ സൈക്കോളജിയും പഠിക്കാൻ പറ്റും. ഇഫ് യു ആർ ലേണിംഗ് ഇറ്റ് ദ റൈറ്റ് വേ ഓഫ് കോഴ്സ്. ബോഡി അനാറ്റമി പഠിക്കാൻ സാധിക്കും, ജോഗ്രഫി, ലാംഗ്വേജസ്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. അപ്പോ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ആക്ച്വലി മൂവ് ചെയ്തത് ഇപ്പൊ റീസെന്റ് ആണ്. കുറച്ചുകൂടി എന്റെ വിഷൻ ബ്രോഡ് ആയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോ ഐ വാണ്ട് ടു set up Spanda like a school where you don't have to go to a regular school. You can come to Spanda and learn a lot of things. So മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയൊരു ഡാൻസ് സ്കൂളായിട്ട് മാറാനാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം? ഡാൻസ് സ്കൂളിനെക്കാട്ടിലും
ഒരു സ്പേസ്, ഒരു അക്കാഡമിക് സ്പേസ് ആക്കി മാറ്റണം. ഐ ഡോണ്ട് വാണ്ട് ടു റിമെയിൻ ആസ് എ മിയർ ഡാൻസ് സ്കൂൾ. അതൊരു സ്പേസ് ആവണം, ഒരു ആർട്ടിസ്റ്റിക് സ്പേസ്. ആർട്ടിലൂടെ നമ്മുടെ നോളജ് എക്സ്പാൻഡ് ചെയ്യാൻ ഒരു സ്പേസ് ആക്കണം എന്നാണ് ആഗ്രഹം. ഈ ഒരു RJM ഇപ്പൊ നിങ്ങൾ റേഡിയോ എന്ന് പറയുന്ന ഒരു മീഡിയയിൽ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇതിലേക്ക് മാറുമ്പോൾ എന്തൊരു ചേഞ്ച് തോന്നുന്നില്ല? നമ്മൾ വേറെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടേതായ ഒരു സ്വപ്നം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് രണ്ട് സ്പേസ്? അതായത് ഇത് രണ്ട് എക്സ്ട്രീംസും കൂടിയാണ്. അതായത് റേഡിയോയിൽ പോയിട്ട് നമ്മൾ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ പാടി ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് നിൽക്കുന്ന അടുത്തുനിന്ന് ഇപ്പുറത്ത് വന്നിട്ട് തെയ്യാത്തൈ പറയുന്ന അവസ്ഥയാണ്. ലൈക്ക് യു നോ യുവർ ഇന്ത്യൻ അറ്റയർ, എത്നിക് വെയർ, അത്രയും ഡിഫറൻസ് ആണ്. ബട്ട് ഐ എൻജോയ്ഡ് ഇറ്റ് ലൈക്ക് ഡേ ആൻഡ് നൈറ്റ്. അപ്പോ അത് നല്ല രസമായിരുന്നു. അവിടുന്ന് ഞാൻ പഠിച്ച ചില സ്കിൽസ് ഉണ്ട്, സ്കിൽസ് ദാറ്റ് ഐ അക്വയർഡ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഫോർ സ്പന്ദ. ആൻഡ് സ്പന്ദയിൽ നിന്ന് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇറ്റ്സ് ഹെൽപ് മീ. ബിക്കോസ് റേഡിയോയിലൂടെ ഐ ഹവ് മെറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനും അങ്ങനത്തെ ഒരു ഐ എം ജനറലി കുറച്ച് റിസർവ്ഡ് ആണ്. ഞാൻ കംഫർട്ട് സോണിലല്ലാതെ ഞാൻ സംസാരിക്കാറില്ല. അപ്പോ അവിടുന്ന് ടോക്കിംഗ് ടു എനിബഡി ബിക്കേം ലൈക്ക് പോസിബിൾ. അതൊന്ന്. രണ്ട്, പ്രസന്റേഷൻ ആൻഡ് യു നോ ഹൗ ടു ക്യാരി യുവർ സെൽഫ്, ഹൗ ടു പ്രസന്റ്, ഹൗ ടു ടോക്ക്, ഹൗ ടു ബി ഓൺ എ വീഡിയോ, PR skills, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അവിടുന്ന് പഠിച്ചു. And I think I can put it to good use at Spanda now. Okay. ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? Of course. വന്ന് സെറ്റിൽ ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല. because I'm grown up here. സ്പന്ദയുമായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം? എന്താ? സ്പന്ദയുമായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം? അതാ ഞാൻ പറഞ്ഞേ, വന്ന് അവിടെ സ്ഥിരമായി നിൽക്കുന്ന കാര്യം I don't know how far it's practical. But definitely ഒരു ഫാം ഹൗസ് പോലത്തെ ഒരു സ്പേസ് എടുക്കണം, നല്ലൊരു ഡാൻസ് സ്കൂൾ സെറ്റപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. What was the biggest moment, ഈ ഒരു സാറ്റിസ്ഫൈങ് മൊമെന്റ് ഉണ്ടോ? നമ്മൾ എടുത്തൊരു തീരുമാനം വളരെ നന്നായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു നിമിഷം, കഴിഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ തോന്നിയ ഏറ്റവും നല്ലൊരു നിമിഷം? ഒന്ന് ഓൺലൈൻ പോലെ ആയിരിക്കും. ബിക്കോസ് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാധനം ഈ ഓൺലൈൻ പഠിക്കൽ എനിക്ക് കുഴപ്പമില്ല. പഠിപ്പിക്കൽ എനിക്ക് ഇറ്റ്സ് ലൈക്ക് എന്നെ മുട്ട് വരയ്ക്കാൻ തുടങ്ങും പഠിപ്പിക്കൽ എന്ന് പറയുമ്പോൾ. ബിക്കോസ് സ്പന്ദ ഇസ് ഇൻവോൾവ്. എന്റെ മാത്രം കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തേനെ, പക്ഷെ സ്പന്ദ ഇസ് ലൈക്ക് ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ടുവരുന്ന പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് മൈ ബേബി. അപ്പോ അതിനെന്തെങ്കിലും കോട്ടം പറ്റിയാലോ, അതിനുണ്ടായ പേരിന് എന്തെങ്കിലും നാശം പറ്റിയാലോ, അങ്ങനത്തെ കുറേ തോട്ട്സ് ആണ്. ബട്ട് ഐ തിങ്ക് അതൊരു ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു. റൈറ്റ് ടൈമിൽ ഉള്ളൊരു ഡെസിഷൻ ആയിരുന്നു. ഐ തിങ്ക് എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ടെന്ന് അറിയില്ലേ, അതുപോലെ അതൊരു കറക്റ്റ് ടൈമിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോട്ട് ടു ഏർലി, നോട്ട് ടു ലേറ്റ്. അത് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് തോന്നി. ആൻഡ് ഇറ്റ്സ് ഓപ്പൺഡ് മൈ വിഷൻ. പ്രീതയുടെ സാറ്റിസ്ഫൈങ് മൊമെന്റ് എന്താണ്? ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം ഭയങ്കര നന്നായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിഞ്ഞൊരു ലോക്ക്ഡൌൺ പീരീഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല മൊമെന്റ്? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം അവര് സ്ഥിരമായിട്ട് കഴിച്ചിട്ട് അവർക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ ഡിഷസ് കഴിക്കാൻ ആഗ്രഹം പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ സെയിം ഒരിതാണ് ഇത്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു 3 ഫ്രണ്ട്സ്, അവർ പുറത്താണ്, നമ്മുടെ കേരളത്തിലല്ല, പുറത്താണ്. അവർ 3 ആളും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തു. അവരും സക്സസ്ഫുൾ ആണെന്ന് അറിഞ്ഞതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുമല്ലോ. പക്ഷെ ഒരു ഔട്ട്സൈഡ് സർക്കിൾ ഉണ്ടല്ലോ, അവരിത് ഭയങ്കര സംശയത്തോടെ നോക്കി കാണത്തില്ലേ? ഇത് ശരിയാവുമോ, നിനക്ക് പറ്റിയ കാര്യമാണോ? പ്രത്യേകിച്ച് ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു മലയാളിക്ക് ഇപ്പോഴും അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ സിനാര എത്ര പഠിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല, മിടുക്കിയാണെന്ന് പറയും. പക്ഷെ ഇങ്ങനത്തെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ ആൾക്കാർ പറയില്ലേ പ്രാക്ടിക്കൽ അല്ല, അങ്ങനെ നോ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് സർക്കിൾ അവർക്ക് പൊതുവെ എന്റെ ഫുഡ് കഴിച്ചിട്ടുള്ളവരാ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല. കാരണം പൊതുവെ എല്ലാവരും എനിക്ക് എന്റെ വീട്ടിൽ ഞാൻ പറയും, ഞാനൊരു ഹസ്ബൻഡും മോളുമായിട്ട് നിൽക്കുന്ന സമയം വളരെ കുറവാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടാവും. ഒന്നെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവും. ഞങ്ങൾ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ ഫ്രണ്ട് സർക്കിളിൽ ആരും അങ്ങനെ പറഞ്ഞില്ല. ഈ ഒരു ഔട്ട് ഓഫ് ദി വേൾഡ് ഈ പറഞ്ഞ പോലെ ഒരു കോമ്പിനേഷൻ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് കണ്ടത് ഇഡ്ലിയും ബീഫും. അതെ അതെ അല്ലേ? അപ്പൊ അതുപോലത്തെ പൂജ എന്താണ്, ഇഡ്ലിയും ബീഫും ഇഷ്ടമാണോ അതോ? I have not tried that. ഇഡ്ലി മട്ടൺ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാ. ഇഡ്ലി ബീഫ് നല്ല കോമ്പിനേഷൻ.
അപ്പൊ ഇങ്ങനത്തെ ഒരു 3 കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് മലയാളികൾ ട്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യേണ്ട 3 കോമ്പിനേഷൻസ് പ്രീത സജസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇഡലിയും ബീഫും ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ നോർമൽ പിടിയും കോഴിക്കറിയും. കോഴിക്കറി സാധാരണ എല്ലാവരും വറുത്തര ചെയ്യും. ഞാൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് തേങ്ങാപ്പാലും തേങ്ങാക്കൊത്തും ഇട്ട് ചെയ്യും, അങ്ങനെ ചെയ്യും. പിന്നെ കോമ്പിനേഷൻ അല്ല, ഒരു ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ട്. അതിൽ ഞാൻ ആദ്യം മുതൽ ചെയ്തതും ഏറ്റവും സക്സസ് ആയതും എന്റെ ബട്ടർ ചിക്കൻ ബിരിയാണിയാണ്. ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നത് ഈ വീക്കെൻഡ്സിന് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? അതെ, വീക്കെൻഡ്സ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഡെയിലി ഓർഡേഴ്സ് വരുന്ന ഒരു രീതിയിലോട്ടാണ്. എനിക്ക് ആക്ച്വലി നാളെയും ഉണ്ട് ഓർഡേഴ്സ്. ആൾക്കാർ എല്ലാ ദിവസവും ഇപ്പം പ്രീത വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സമയം എനിക്ക് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സമയം ഇപ്പൊ കിട്ടുന്നില്ല. അത്യാവശ്യം ഗ്രീനറി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് 3 നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു. ഇനിയിപ്പോ 3 ഒരുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. സിനാരയുടെ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. സിനാരയ്ക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കോഴ്സ് ഏതായിരുന്നു? അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? ഡ്യൂറേഷൻ ബേസിക്കലി ഇതെല്ലാം സെൽഫ് ബേസ്ഡ് കോഴ്സസ് ആണ്. അപ്പൊ കോഴ്സറ പറയുന്നത് ഇഫ് യു ആർ സ്പെൻഡിങ് അറൌണ്ട് 3 hours, അവരിങ്ങനെയാണ് ടൈമിംഗ് പറയുന്നത്. ഇഫ് യു ആർ സ്പെൻഡിങ് അറൌണ്ട് 3 to 7 hours per week, you will be able to complete a course in say 3 months or 4 weeks or 7 months or whatever duration. അവർ ഓരോ കോഴ്സിനും ഒരു സ്പെസിഫിക് ഡ്യൂറേഷൻ പറയും. അപ്പൊ ഒരു ടിപ്പിക്കലി ഒരു 1 month തൊട്ട് 7 month വരെ ഓരോ കോഴ്സിനും വേണമെങ്കിൽ നമുക്ക് ടൈം എടുക്കാം. അതാണ് ഞാൻ സ്പീഡില് one after the other ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ വേറൊരു കാര്യം ഞാനത് സ്പീഡിൽ തീർക്കാൻ വേണ്ടി കണ്ടെത്തിയത്, ഇപ്പം നമ്മുടെ വീഡിയോസ് കോഴ്സറിലുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് സ്പീഡ് കൂട്ടി കാണാം. ലൈക്ക് 2 times സ്പീഡിൽ കാണുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ് ഇൻ ഹാഫ് ദ ടൈം. അപ്പൊ ഞാൻ ഹ്യൂലറ്റ് പാക്കർഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിംഗിൽ 7 years വർക്ക് ചെയ്താണ്. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്ക് US ആക്സെന്റ് ഫോളോ ചെയ്യാൻ ഇറ്റ് വാസ് റിലേറ്റീവ്ലി ഈസി. അതുകൊണ്ട് മിക്കതും US യൂണിവേഴ്സിറ്റീസിന്റെ കോഴ്സസ് ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ, അതുപോലത്തെ എല്ലാ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് വേർ ഫ്രം US. ഒരു യൂണിവേഴ്സിറ്റി ഹോങ്കോങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ടായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റി യൂറോപ്പ് എന്നും ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു ഫാക്ടറും കൂടെ എന്റെ ഫേവറിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ടിപ്പിക്കലി ഒരു പാരലലി ഒരുപാട് കോഴ്സസ് രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മളൊരു 2 മണിക്കൂർ ഒരു കോഴ്സിന്റെ ലെക്ചർ കണ്ടു കഴിഞ്ഞാൽ വിൽ സ്വിച്ച് ഓൺ ടു അനദർ കോഴ്സ്. അത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിനൊരു പ്രോജക്റ്റോ അസൈൻമെന്റോ സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. അവൻ someone from around the world will be peer grading your assignment and evaluating and awarding you marks. ആ സമയത്ത് നമുക്ക് വേറൊരു കോഴ്സ് ചെയ്യാം. ആ സമയം ഐഡിയൽ ആക്കി കളയേണ്ടതില്ല. അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ടിപ്പിക്കലി ഒരു കോഴ്സ് തീർക്കാൻ ചില സമയത്ത് 2 ദിവസത്തിനുള്ളിൽ ഒരു കോഴ്സ് തീർക്കും. ചില സമയത്ത് ചില ലോങ് കോഴ്സസ് ആണ്, ഇപ്പൊ പിയർ ഗ്രേഡിംഗ് കുറെ താമസിക്കുന്നുണ്ടെങ്കിൽ 4-5 ദിവസം എടുക്കും തീർക്കാനായിട്ട്. അപ്പൊ അങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ട കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് സൈബർ സെക്യൂരിറ്റി ആണ് എന്റെ ഏരിയ. അതിൽ തന്നെ യൂസബിൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്നതാണ് എന്റെ സ്പെസിഫിക് ഏരിയ. അത് എയിം ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെക്യൂരിറ്റി പലർക്കും ഒരു പേടിയാണ്, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. ഈവൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏരിയ. അപ്പൊ ഹൗ ടു മേക്ക് ഇറ്റ് യൂസബിൾ ആൻഡ് സെക്യൂർ അറ്റ് ദ സെയിം ടൈം, അതാണ് ഇപ്പൊ എന്റെ ഒരു ഫോക്കസ് ഏരിയ. അപ്പൊ യൂസർ റിസർച്ച് ആൻഡ് എക്സ്പീരിയൻസ്, യൂസർ സ്റ്റഡി, അതിനെയൊക്കെ കുറിച്ചും കുറെ കോഴ്സസ് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ഏറ്റവും അധികം. പിന്നെ കുറെ ലാംഗ്വേജസ് ഞാൻ പഠിച്ചു. ആസ് എ പ്രോഗ്രാമർ അല്ലെങ്കിൽ ആസ് എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. എനിക്ക് പൈത്തൺ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ മെയിൻലി C++, ജാവ അതുപോലത്തെ ലാംഗ്വേജസ് ആയിരുന്നു അറിയാവുന്നത്. അപ്പൊ ഞാൻ പൈത്തൺ പഠിച്ചു. പൈത്തന്റെ ഒരു ഡോക്ടർ ചാൾസ് എവറൻസ് എന്ന് പറഞ്ഞ പ്രൊഫസർ ഉണ്ട്. അദ്ദേഹത്തിന്റെ കോഴ്സുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നല്ല രസമാണ്. നമ്മളോട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അറൌണ്ട് ദ വേൾഡ് ഉള്ള ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് ഈ കോഴ്സുകളെ കൂടെ നമുക്ക് കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് യു ആർ ഗോയിങ് ദർ ആൻഡ് സ്റ്റഡിങ്. അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുമ്പോൾ ഇറ്റ്സ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഐ ക്യാൻ സേ. ഈ കോഴ്സറ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ 50 കോഴ്സുകൾ ചെയ്ത വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ചെയ്തതായിട്ട് ഇങ്ങനെ കണ്ടു. ഈയിടയ്ക്ക് ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു, വേറെ ആരൊക്കെയോ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ്. എന്റെ പേഴ്സണലി എനിക്ക് നേരിട്ട് അറിയാവുന്ന ആരുമില്ല, പക്ഷെ ഞാൻ മീഡിയയിൽ ഇതുമാതിരി കുറച്ച് പേരുടെ ഈയിടയ്ക്ക് കണ്ടു കോഴ്സസ് ചെയ്തെന്ന്. പിന്നെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കോളേജിലായത് കാരണം എന്റെ കൂടെ ഞാൻ
കോളേജിൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ കുറച്ച് കുട്ടികൾ ലാബ് ഡ്യൂട്ടി, ടീച്ചിങ് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് പേര് വിളിച്ചിട്ട് മാം ഇത് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ, ഞങ്ങൾ ഒരു കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷന് വേണ്ടി നോക്കുമായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അസൈൻമെന്റ് ഒക്കെ തീർത്തു, ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും ഞങ്ങൾ നേടി എന്ന് പറയുമ്പോൾ അതാണ് ഒരു വലിയ സാറ്റിസ്ഫൈങ് മൊമെന്റ് പറയുകയാണെങ്കിൽ. നമ്മള് കാരണം ഒരാളെങ്കിലും ഒരു കുറച്ച് അഡ്വാൻസ്മെന്റ് ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നും. ഈ 2x സ്പീഡിൽ കാണുമെന്ന് പറയുമ്പോൾ ഇപ്പം ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പം സിനാര സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു സ്പീഡിലാണ് സംസാരിക്കും. ഇത് പണ്ടുപോലെ എങ്ങനെയാണോ അതോ കോഴ്സ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം? അല്ലല്ല, പണ്ട് തൊട്ടേ ഭയങ്കര സ്പീഡാണ്. അത് എനിക്കിപ്പോ പൂജയും പ്രീതയും വർക്ക് ചെയ്യുന്ന രണ്ടുപേരുടെ ഏരിയാസ് ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. എനിക്ക് ഡാൻസ് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും മോഹിനിയാട്ടം പറ്റില്ല, ഭരതനാട്യമേ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹിനിയാട്ടം ഭയങ്കര സ്ലോവും ലാസ്റ്റും ഒക്കെയാണ്. അപ്പൊ സ്പീഡിന്റെ ഒരു ഫാക്ടർ അവിടെ വരുന്നുണ്ട്. പിന്നെ കുക്കിങ്ങും ഫുഡും ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി സ്പീഡ് കുഞ്ഞിലെ തൊട്ട് എന്റെ കൂടെ ഉള്ള ഒരു സാധനമാണ്. അപ്പം ഈ പഠിപ്പിസ്റ്റ് എന്നുള്ള വിളി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒക്കെ കാലത്തൊക്കെ കേട്ടിട്ടുണ്ടോ? ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വിളി കേട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് റാങ്ക് ഹോൾഡർ ഒക്കെ ആവുമ്പോ എല്ലാരും പൂജി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ പഠിത്തം മാത്രമല്ല, ഈ പറഞ്ഞ മാതിരി എനിക്ക് ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു, സ്കൂളിൽ ഡാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ ക്വിസ്, സെലക്യൂഷൻ, കോമ്പറ്റീഷൻ, വേഴ്സിഫിക്കേഷൻ, കവിതാരചന, കവിതയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓൾറൗണ്ട് ആയിട്ട് ചെയ്യും. ഇനി പറഞ്ഞ മാതിരി പൂജ പറഞ്ഞ പോലെ ഈ ഡ്യൂറേഷനിലും ഞാൻ കോഴ്സസ് ചെയ്യുക മാത്രമല്ല ചെയ്ത്, ഞാൻ സിനിമകൾ ഒരുപാട് സ്നേഹിക്കുന്ന നാളെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ അന്നത്തെ ദിവസം സൂഫിയും സുജാതയും കണ്ടിരുന്നു, ശകുന്തള ദേവിയുടെ ഫിലിം കണ്ടിരുന്നു, സുശാന്ത് സിംഗിന്റെ ഫിലിം ഹോട്ട്സ്റ്റാറിൽ കണ്ടിരുന്നു. അതും എല്ലാം ഉണ്ട്. അപ്പൊ ബാലൻസ്ഡ് ആയിട്ട് പോകുന്നതാണ്, പഠിത്തം മാത്രമല്ല. പൂജ, ഇനി എന്താണ് അടുത്തത്? ഇനി എന്തൊക്കെയായിരിക്കും പൂജയുടെ മനസ്സിൽ? മ്യൂറൽ പെയിന്റിങ് ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇനിയും അതിനോട് ചേർന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞു ഭരതനാട്യമാണ്, അത് തന്നെ പഠിച്ചാൽ തീരില്ല. പക്ഷെ നിങ്ങളൊരു എംബ്രേല ആണല്ലോ, ഇപ്പൊ പല ആർട്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഭാവിയിൽ ദുബായ് മലയാളികൾക്ക് വേണ്ടി ആഡ് ചെയ്യാൻ? അങ്ങനെ ഒരു ഫിക്സ്ഡ് പ്ലാനിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാന്. അപ്പൊ ഭരതനാട്യം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് കൊടുക്കാം എന്ന്. അതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തു. മ്യൂറൽ പെയിന്റിംഗ് വന്നു ചേർന്നപ്പോ ഞാനല്ല പഠിപ്പിക്കുന്നത്, ഇവിടുത്തെ ഒരു ഇൻസ്ട്രക്ടറാണ്. അപ്പോ അദ്ദേഹവും ഏറ്റവും നല്ല രീതിക്ക് മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നി. അപ്പോ അത് സ്പന്ദയിലേക്ക് നമ്മള് കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതേപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല നീറ്റ് ആയിട്ട് ഇൻഡെപ്തില് നല്ല തോട്ട് ഇട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല പ്രോഡക്റ്റ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഐ ആം അപ്പ് ഫോർ എനിത്തിങ്. പ്രീതയുടെ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്? ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് മാറുവാണെങ്കിൽ ഒരു സ്പേസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു റെസ്റ്റോറന്റിന്റെ മോഡലിലേക്ക് പോവുക? റെസ്റ്റോറന്റ് മോഡലായിട്ട് പോകുന്ന വെച്ചാൽ ഞാൻ ഈ വീക്കെൻഡ്സ് അങ്ങനത്തെ ആ ഒരു ഇതിൽ തന്നെ പോകത്തുള്ളൂ. ഒരു കൊമേഴ്ഷ്യൽ ഒരു ക്ലൗഡ് കിച്ചൺ ഒക്കെ എടുത്ത് അങ്ങനെ? അതെ അതെ അതെ, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അതെ അതെ. ഓക്കേ, സെയിം ബ്രാൻഡ് നെയിമിൽ തന്നെ ഡിസംബർ? അതെ അതെ അതെ, സെയിം ബ്രാൻഡ് നെയിമിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. ആൻഡ് വാട്ട് അബൌട്ട് യു സിനാര? സിനാരയുടെ പ്ലാൻ എന്തൊക്കെയാണ്? സൈബർ സെക്യൂരിറ്റിയിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പോവാണോ? അതെ, ഇപ്പൊ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് PhD കംപ്ലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഇമ്മീഡിയറ്റ് പ്ലാൻസ് ഒന്നുമില്ല. അപ്പൊ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുകയാണ്, അത് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. ഓക്കെ, അപ്പം മനുഷ്യർ ബേസിക്കലി അവസരങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ലോകം തന്നെ മുമ്പോട്ട് പോകും. അപ്പം നിങ്ങൾ ഒരുപാട് ആൾക്കാരെ ഇനിയും ഇൻസ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് മറ്റുള്ളവരെ പഠിക്കാനായിട്ടൊരു പാഠമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you so much for joining. Thank you. It was nice talking to you too. Thank you. I loved listening to all of your stories. ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കണ്ടാൽ തോന്നില്ലെന്നേ ഉള്ളൂ. ഐ റിയലി ലവ് ഫുഡ്. പഠിക്കുന്ന കാര്യം ഞാൻ പണ്ടേ കുറച്ച് ഐ എം നോട്ട് വെരി ഫോണ്ട് ഓഫ് ഇറ്റ്, പക്ഷെ ഐ എം ആക്ച്വലി സൂപ്പർ ഇംപ്രസ്ഡ് വിത്ത് ദ വേ യു ആർ ഡൂയിങ് ഇറ്റ്. അതായത് 2 സ്പീഡിലൊക്കെ കണ്ട് ഈ സാധനം തലയിൽ കയറ്റാന്ന് പറയുന്നത് unimaginable. So kudos to both of you. And Aravind, thank you so much for giving this opportunity. Thank you. പ്രതിസന്ധികൾ അവസരങ്ങളായി കണ്ടുവന്നതാണ് പൂജയുടെയും പ്രീതയുടെയും സിനാരയുടെയും അനുഭവങ്ങൾ നമ്മോട് പറയുന്നത്. അവരവരുടെ മേഖലകളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ നന്ദി.